എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ജാതകം നോക്കി നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് വിവാഹം വൈകുന്നു എന്നുള്ളതും എന്തുകൊണ്ട് വിവാഹം ഡിലേ ആകുന്നു, ഒരുപാട് കാലം നമുക്ക് ഒരുപാട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും വിവാഹം നടക്കുന്നില്ല. 4-5 കൊല്ലമായി, ഇല്ലെങ്കിൽ 2-3 കൊല്ലമായി നമ്മൾ വിവാഹം നിരന്തരമായി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. എന്നിട്ടും നമുക്ക് വിവാഹം എന്തുകൊണ്ട് നടക്കുന്നില്ല, അതിനെ എങ്ങനെ നമുക്ക് ജാതകത്തിലൂടെ തിരിച്ചറിയാം, ജാതകത്തിൽ എന്തൊക്കെ സാധ്യതകളാണ് ഈ വിവാഹവുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കാണിക്കുന്നത്, വിവാഹം വൈകുന്നതിന്റെ സാധ്യതകൾ, അത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഈ വീഡിയോ. ഈ ജാതകത്തിലേക്ക് വരികയാണെങ്കിൽ, ഇതൊരു ജാതകമല്ല, ഞാനൊരു എക്സാമ്പിൾസ് വെച്ച് സാധ്യതകൾ വെച്ചിരിക്കുകയാണ്, വിവാഹം എവിടെ എങ്ങനെയാണ് ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വഴുകുന്നതെന്ന് അറിയാൻ വേണ്ടി. ഈ സാധ്യതയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, 1-ാം ഭാവം എന്ന് പറയുന്നത് ലഗ്നമാണ്, 5-ാം ഭാവം, 7-ാം ഭാവം, 10-ാം ഭാവം. അതായത് ഈ 4 ഭാവങ്ങളിൽ ശനിയുടെ സ്വാധീനം വരികയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വിവാഹം വഴുകാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. സാധ്യതകൾ നന്നായി കൂടുന്നതായിരിക്കും. ഞാൻ പലപ്പോഴും പല ജാതകങ്ങളും കണ്ടിട്ടുണ്ട്, ഈ ഒരു സാധ്യതകൾ വന്നിട്ട് വിവാഹങ്ങൾ വഴുകുന്നതും അവർക്ക് വിവാഹം നടക്കാതെ ഒരുപാട് കൺസൾട്ടേഷൻ എനിക്ക് വരാറുള്ളതാണ് വിവാഹവുമായി ബന്ധപ്പെട്ടപ്പോൾ. ഇങ്ങനെയുള്ള സാധ്യതകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം നമുക്ക് വിവാഹം വഴുകാൻ സാധ്യതയുണ്ടാകും ആ ജാതകത്തിൽ, ആ ജാതകക്കാരന്. എന്തുകൊണ്ടെന്നാൽ ലഗ്നത്തിൽ ഇരിക്കുന്ന ശനിക്ക് 7-ലേക്കുള്ള ദൃഷ്ടി ഉണ്ടാവും. 7-ാം ഭാവമാണ് നമ്മുടെ വിവാഹ ഭാവം. അപ്പോൾ ശനി ഇരിക്കുന്ന രാശിയിൽ നിന്നും 7-ാം ഭാവം, 10-ാം ഭാവം, ഈ 3 സ്ഥാനത്തേക്ക് ശനിക്ക് ദൃഷ്ടി ഉണ്ടാവുന്നതായിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ 1-ാം ഭാവത്തിലിരിക്കുന്ന ശനിക്ക് 7-ലേക്ക് ദൃഷ്ടി ഉണ്ടാകും. ഏതെങ്കിലും വിധേന ശനി 7-മായി ബന്ധം വന്നു കഴിഞ്ഞാൽ വിവാഹത്തിന് വഴുകാനുള്ള സാധ്യതകൾ കൂടുന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ 5-ാം ഭാവത്തിൽ ശനി വരികയാണെങ്കിൽ, ഒരാളുടെ ജാതകത്തിൽ 5-ാം ഭാവത്തിലാണ് ശനി ഇരിക്കുന്നതെങ്കിൽ 5-ൽ നിന്നും ശനിക്ക് 1, 2, 3 7-ലേക്ക് ദൃഷ്ടി ഉണ്ടാകുന്നതായിരിക്കും. 5-ൽ നിന്നും ശനിക്ക് 7-ലേക്ക് ദൃഷ്ടി വരുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഒരാളുടെ ജാതകത്തിൽ 5-ാം ഭാവത്തിൽ ശനി വന്നു കഴിഞ്ഞാൽ വിവാഹം വഴുകുമെന്ന് പറയുന്നത്. ശനിയുടെ 3-ാം ദൃഷ്ടി 7-ാം ഭാവത്തിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 7-ൽ നിൽക്കുന്ന ശനി നിങ്ങൾക്കറിയാം, 7-ൽ നിൽക്കുന്ന ശനിക്ക് എപ്പോഴും വിവാഹവുമായി തടസ്സങ്ങൾ വരാവുന്നത് നിരന്തരമായി ജാതകത്തിൽ കാണുന്നതാണ്. കൂടാതെ 10-ാം ഭാവത്തിലിരിക്കുന്ന ശനിക്ക്, ഏതെങ്കിലും ജാതകത്തിൽ 10-ാം ഭാവത്തിലാണ് ശനി ഇരിക്കുന്നതെങ്കിൽ ശനിയുടെ 10-ാം ദൃഷ്ടി പോകുന്നത് 7-ാം ഭാവത്തിലേക്കാണ്. ശനി 10-ൽ നിൽക്കുന്ന ശനിയുടെ 10-ാം ദൃഷ്ടി 7-ാം ഭാവത്തിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശനിയുടെ ആ 10-ാം ദൃഷ്ടി കാരണം 7-ാം ഭാവത്തിലേക്കുമായി കണക്ഷൻ വരുന്നത് കൊണ്ടും അവിടെയും വിവാഹ ജീവിതത്തിൽ വഴുകാനുള്ള സാധ്യത, ഡിലേ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ ലഗ്നത്തിൽ ഇരിക്കുന്ന ശനിക്ക് 7-ലേക്കുള്ള ഡയറക്റ്റ് ദൃഷ്ടി തന്നെ വളരെ മോശമാണ് വിവാഹ കാര്യത്തിന്. എപ്പോഴും ആ ജാതകക്കാരന് വിവാഹം ഒരുപാട് വഴുകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഞാൻ ചില ജാതകങ്ങളിൽ കാണാറുണ്ട്, ലഗ്നത്തിൽ ശനി നിന്ന് ആ ഒരു 18-19 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് അത് ഡിവോഴ്സായി വീണ്ടും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് ഒരു 30 വയസ്സ് കഴിഞ്ഞ് വീണ്ടും വേറെ ഒരാളെ കല്യാണം കഴിക്കുന്ന ജാതകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ശനിയുടെ കാരകത്തിൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ എത്രത്തോളം ഡിലേ ചെയ്ത് ഒരു കാര്യം കിട്ടുന്നുവോ അത്രത്തോളം അത് നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്നതാണ് ശനി നമുക്ക് തരുന്ന കാരകത്വം. ശനി എപ്പോഴും ഒരു ഡിലേ പ്ലാനറ്റാണ്, എപ്പോഴും വൈകും. നമുക്ക് ശനി ഏത് ഭാഗത്തിൽ നിൽക്കുന്നുവോ ആ ഭാഗവുമായി ഒരുപാട് ഡിലേ നമുക്ക് വരുന്നതായിരിക്കും. നമ്മളത് എടുത്തു ചാടി ഏതെങ്കിലും വിധേന നേടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കണം എന്നില്ല. എന്തും നമ്മൾ സാവകാശം ഡിലേ ചെയ്ത് ഹാർഡ് വർക്കിങ്ങിലൂടെ നേടിയെടുക്കുന്നുവോ അതുമാത്രമേ ശനി എപ്പോഴും നമുക്ക് നിലനിർത്തി തരികയുള്ളൂ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ശനി നിൽക്കുന്ന ഭാവത്തിൽ, നമ്മൾ 7-ാം ഭാവത്തിലൊക്കെ ശനി നിൽക്കുകയാണെങ്കിൽ, കല്യാണം നേരത്തെ നടന്നു എന്ന് വിചാരിക്കുക, ഏതെങ്കിലും സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ എടുത്തു ചാടി നമ്മൾ കല്യാണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം നിലനിൽക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് പോകാനും വിവാഹ പരാജയം വരാനും സാധ്യത കൂടുതലാണ്. ഒരുപാട് ജാതകത്തിൽ അത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ശുക്രൻ 7-ൽ നിൽക്കുന്നുണ്ട് ശനിയുടെ കൂടെ. 7-ൽ ശുക്രൻ ശനി ബന്ധം വന്നിട്ടുണ്ടെങ്കിലും
ഇതുപോലെ ശുക്രൻ ഏതെങ്കിലും വിധേന, ശുക്രനാണ് നമ്മുടെ വിവാഹകാരകൻ, അതിനാൽ ശുക്രന് ഏതെങ്കിലും ഒരു വിധേന ശനി ബന്ധം വരികയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വഴി ശനി ബന്ധം വരികയാണെങ്കിലും വിവാഹം ജീവിതത്തിൽ ഡിലേ വരാനും, അതുപോലെ തന്നെ വേറെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശുക്രന് ഏതെങ്കിലും വിധേന ശുക്രൻ ഇരിക്കുന്നത് ശനിയുടെ നക്ഷത്രത്തിൽ, നീചനായ ശനിയുടെ നക്ഷത്രത്തിലൊക്കെ ആണെങ്കിൽ, വളരെ പാപനായ ശനിയുടെ നക്ഷത്രത്തിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിവാഹം നടക്കാൻ ഒരുപാട് ഡിലേ വരുന്നതായും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ വിവാഹ ജീവിതത്തിന് ഒരു തടസ്സം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസയും സമ്പാദ്യവും അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ ഒരുങ്ങി നിന്നിട്ടും നമ്മൾ ഈ പെണ്ണ് ആലോചിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ ചെക്കനെ ആലോചിച്ച് നടക്കുമ്പോഴൊന്നും നമുക്ക് എങ്ങനെങ്കിലൊക്കെ ഏതെങ്കിലും വഴി നമുക്കത് മുടങ്ങിപ്പോവുകയോ ഇല്ലെങ്കിൽ എത്ര അന്വേഷിച്ചും കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ജാതകത്തിൽ ശനി 7ാം ഭാവത്തിനും ശുക്രനെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണെന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു സാധ്യത കൂടെ നമുക്ക് പരിശോധിക്കാം. നമുക്ക് അടുത്തൊരു സാധ്യത പരിശോധിച്ച് നോക്കാം. പൊതുവെ ഇത് ഞാൻ കണ്ടുവരുന്നത് കർക്കിടക ലഗ്നക്കാരിലാണ്. കർക്കിടക ലഗ്നക്കാർക്ക് 7ാം ഭാവം എന്ന് പറയുന്നത് മകരം രാശിയായിരിക്കും. വ്യാഴം നീചനാകുന്നത് മകരം രാശിയിലാണ്. വ്യാഴം നീചനാവുന്ന രാശി കൂടിയാണ് മകരം രാശി. ഇവിടെ 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. 7ാം ഭാവാധിപനായ ശനി കേതുവായി 9ൽ നിൽക്കുന്ന ജാതകത്തിൽ പലപ്പോഴും ഞാൻ വിവാഹം വൈകിയിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. കൂടാതെ ഈ ജാതകത്തിൽ വ്യാഴം നീചനായി മകരം രാശിയിൽ വരികയാണെങ്കിൽ അതിന്റെ ഫലം ഒരുപാട് ഇരട്ടിയാവുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് വ്യാഴം 7ൽ നീചനായി വരികയും 7ാം ഭാവാധിപനായ ശനി 9ൽ നിൽക്കുകയും കേതുബന്ധം കൂടി വരുന്ന സമയത്ത് അത് ഒരു ഫലം എന്ന് പറയുന്നത് നമുക്ക് ഒരു സന്യാസ യോഗം പോലെയാണ്. 9ൽ ശനിയും കേതുവും വരുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിയാറാവുമ്പോഴേക്കും, സെക്കൻഡ് ഹാഫ് ഒക്കെ തുടങ്ങി അതിന്റെ ഒരു പകുതി ആവുമ്പോഴേക്കും നമ്മൾ ഒറ്റപ്പെട്ട് ഒരു സന്യാസ ജീവിതം പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു യോഗമാണെന്നാണ് ഞാൻ പല ജാതകങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഇങ്ങനെയുള്ള ജാതകങ്ങളിൽ കല്യാണം നടക്കുന്നത് ഒക്കെ വിവാഹത്തിനൊക്കെ ഒരുപാട് ഡിലേ വരികയും വിവാഹത്തിന് ഒരുപാട് തടസ്സങ്ങൾ വരികയൊക്കെ ഞാൻ ഒരുപാട് കണ്ടുവന്നിട്ടുണ്ട്. വിവാഹം ഉറപ്പിച്ചത് മുടങ്ങുകയും ഒക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ജാതകങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ നിരീക്ഷണത്തിനായിട്ട് വിട്ടുതരുന്നു. നിങ്ങളും പല ജാതകങ്ങളും, വിവാഹം കഴിക്കാത്തവരുടെ ജാതകവും നടക്കാത്തവരുടെയും ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കി നിരീക്ഷിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവും എങ്ങനെയാണത് സ്വാധീനിച്ചിരിക്കുന്നതെന്ന്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് പൊതുവായി കണ്ടുവരുന്ന വിവാഹത്തിന് നമ്മുടെ ലേറ്റ് ആവുന്നതും ഡിലേ ആവുന്നതും ഒക്കെ ആയിട്ട് ഞാൻ പല ജാതകങ്ങളിൽ നിന്നും എടുത്ത കുറച്ച് അറിവുകളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇനിയും കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതാണ് പൊതുവായ കാരണങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, നിങ്ങളെ സ്വയം പഠിക്കാൻ നോക്കുക. നമുക്ക് ഇനിയും പോകെ കുറെ ഡീറ്റെയിൽസ് ഇതിന്റെയൊക്കെ അടുത്ത പാർട്ടുകളൊക്കെ ആയിട്ട് കുറച്ചും കൂടി നിങ്ങൾ എല്ലാം ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷമായി കാണാം, വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ഇല്ല വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിലെ സ്റ്റാഫ് എടുക്കുന്നതായിരിക്കും. അവര് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും കൺസൾട്ടേഷന്റെ. അപ്പം നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.